ഹാപ്പി സ്റ്റാർ. ഞാൻ ദേ പാതിരകുർബാനയ്ക്ക് റെഡി നിന്നപ്പോഴാണ് ഒരുത്ത ക്യാമറ ഓൺ ആക്കി കണ്ടിട്ട് പെട്ടെന്ന് വന്നിട്ട് ഹലോ ഗൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അമ്മ ഇവ പറയൂ. എന്തായാലും നമുക്ക് മേക്കപ്പിലേക്ക് അടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ടോണർ സ്പ്രേ ചെയ്തിട്ട് കണ്ണടച്ചിരിക്കണത്, കാരണം കണ്ണിൻ്റെ ഉള്ളിൽ പോയി നല്ല ചുട്ട് നീറും. അതുകൊണ്ട് അതൊന്ന് യൂസ് ചെയ്യും. ടോണർ നമ്മൾ കറക്റ്റായിട്ടുള്ള യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കളറ് പോയി കിട്ടും മക്കളെ. ഇത് ഞാൻ രണ്ടാമത്തെ ടോണറാണ്. ആദ്യത്തെ ഞാൻ വേറൊരു കമ്പനിയുടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതെനിക്ക് സെറ്റായില്ല. ലാസ്റ്റ് നമ്മൾ വൈറ്റമിൻ സി സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉപ്പി കൊടുക്കാനും പാടുള്ളൂ, ഇല്ലെങ്കിൽ മുഖത്ത് നിറച്ച് കുരു വരും. ഇതിറങ്ങിയതിന് ശേഷം ഞാൻ രണ്ടാമത്തെ കുപ്പിയാട്ടത് വാങ്ങിക്കണത്. പിന്നെ മോയ്സ്ചറൈസർ ക്രീം, അത് കഴിയുമ്പോൾ ഒരു സൺക്രീം ആട്ടോ. സാരി നോക്കണ്ട, ഞാൻ ഫസ്റ്റ് ടൈമാണ് സാരി ഞാൻ സ്വയം എടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില വശവശകളൊക്കെ കാണും. പിന്നെ ഞാൻ വൺ സൈഡ് ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പണി ഒതുങ്ങി കിട്ടി. അവിടെ ഇവിടെ ഒക്കെ സൂചി കുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് മറ്റേ കൊറിയൻകാരുടെ ബ്യൂട്ടി ഓഫ് ജോൺസ് അങ്ങനെ എന്തോ സാധനം തോന്നുന്നു. ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോൾ മാത്രമാണ് ഞാൻ ഈ സൺക്രീം ഓർത്തെടുക്കുക, കാരണം കുറച്ച് എക്സ്പെൻസീവാണ്. അല്ലാതെ പക്ഷേ സാധാരണ ഇവിടെയൊക്കെ ഞാൻ ലാക്ടോ കലാമിൻ്റെ ഒരു സൺക്രീമായിട്ടാണ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ സൺക്രീം ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ വരുന്നതാണ് ഫൗണ്ടേഷൻ. ഞാൻ അങ്ങനെ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാറില്ല. ഈ ഒരു സാധനം പുറത്തിറങ്ങിയ പിന്നെയാണ് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. വൈബയുടെ ഫൗണ്ടേഷൻ ആട്ടോ. കറക്റ്റ് നമ്മുടെ സ്കിന്നിന്, അതായത് നമ്മൾ ഇട്ടൊന്നും തോന്നില്ല. മറ്റ് സാധാ ഫൗണ്ടേഷനൊക്കെ നമ്മൾ വെയിലത്തൊക്കെ പോയി കുറച്ച് കഴിയുമ്പോഴേക്കും ആകെ ഇങ്ങനെ ഒലിച്ച് പാണ്ട് പോലെയും. പക്ഷേ ഈ സാധനം അങ്ങനെയില്ല. ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഒപ്പം നമ്മുടെ മറ്റേ ക്രീമും എന്തോന്ന് അതിൻ്റെ പേര് മറന്നുപോയി, അത് അപ്ലൈ ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇത് ഞാൻ കൊറിയക്കാരുടെ ഇതൊരു ഷോർട്ട് വീഡിയോയിൽ കണ്ടതാണ്. ഇങ്ങനെ മേക്കപ്പ് ചെയ്ത മുഖത്ത് നന്നായി ബ്ലെൻഡ് ആവുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയനോട് എപ്പോഴും പറയും, മേക്കപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിനക്ക് ചെയ്യാതിരുന്നൂടെ. ഇതിട്ടതിന് ശേഷം പിന്നെ ആ ഒരു പറച്ചിലില്ല. ലാസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് കൊണ്ട് എൻ്റെ മറ്റേ പിങ്ക് ഷെയ്ഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ച് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മുഖത്ത് ഇതാക്കിയാൽ നല്ലൊരു ഭംഗി വരും എന്നാണ് ആ കൊറിയൻ ചേച്ചിക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു. എനിക്കും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടുപിടിച്ച പിന്നെ ഞാൻ ഈ സ്റ്റൈൽ മാത്രമേ പോയി ഫൗണ്ടേഷൻ വെച്ച് ചെയ്യാറുള്ളൂ. ഇത് കാണുമ്പോൾ പിള്ളേർ പറയും അമ്മ എന്താ കുമ്മാട്ടി കളിക്ക് വേണമെന്ന്. പിന്നെ ഈ സാധനമാണ് വൈറ്റ് ടോൺ പൗഡർ. ആഹാ, ഇതെൻ്റെ ഫേവറേറ്റ് പൗഡറാണ്. വേറെ എന്ത് പൗഡർ ഇട്ടാലും എനിക്ക് മനസ്സംതൃപ്തി കിട്ടില്ല. പിന്നെ നമ്മുടെ മറ്റേ പ്രോ ക്രീം ഒന്നുകൂടി പ്രോ ആണ് എന്തോന്നാണോ അതിൻ്റെ പേര്, അത് മൊത്തം ഒന്നുകൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഈ മുഖം ഇങ്ങനെ കവിളൊക്കെ തുളിക്കാനായിട്ട്. പിന്നെ അത് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊന്നിനോട് ചോദിക്കേണ്ട, എനിക്കറിയില്ല. ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക്, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഞാൻ വെയർ ചെയ്ത് ഒരു സ്കിൻ ടോൺ കളറായിട്ടുള്ളൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചുണ്ടും അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം തൊട്ടേ അതിന് ശേഷം ലിപ് ബാം ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ലിപ് ബാം ഇട്ട് കൊടുത്ത് നമ്മുടെ അത് സെറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പിരിക എഴുതണം. എൻ്റെ ഒരു പിരികത്തിൻ്റെ ഒരു സൈഡ് കുറച്ച് പിരികില്ല, അതുകൊണ്ട് ഞാനത് പെൻസിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ് കേട്ടോ. പിന്നെ കണ്ണ് ഞാൻ അടിയിൽ എഴുതി കൊടുക്കും, മുകളിൽ എഴുതി കൊടുക്കും. മുകളിൽ എഴുതുന്നത് കാണിച്ച് വരുമ്പോൾ അതൊരു പ്രേതത്തിൻ്റെ പോലെയുണ്ട്, അതുകൊണ്ട് അടിയിൽ എഴുതുന്നത് മാത്രമേ ഞാനിപ്പോൾ കാണിക്കണുള്ളൂ കേട്ടോ. പിന്നെ കണ്ണെഴുതി ഞാൻ കണ്ണാടിയിൽ പോയിട്ടാണ് എഴുതിയത്. എനിക്ക് ഫോണിൽ നോക്കി കണ്ണെഴുതാറില്ലേ. പിന്നെ ഒരു വെള്ള പൊട്ടും. സാധാരണ ഞാൻ ഇങ്ങനത്തെ ഒക്കേഷനൊക്കെ വരുമ്പോൾ കുറച്ച് വലിയ കമ്മൽ ഇടണമല്ല, കുഞ്ഞു കമ്മൽ എൻ്റെ ഫേസിന് ഇതാവില്ല. പിന്നെ ഒരാളെ മടി കൊണ്ട് ഞാൻ ആ കുഞ്ഞ് ഡയമണ്ട് കമ്മൽ തന്നെ ഇട്ടു കേട്ടോ. അടുത്തതാണ് തല. ഈ ചകിരി പോലത്തെ തല ഞാൻ സ്ട്രൈറ്റൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്തത് കേട്ടോ. പിന്നെ ഹെയർ സ്റ്റൈൽ മാറ്റുമ്പോൾ എന്തിട്ടാലും എനിക്ക് മനസ്സാകുന്ന കിട്ടി. ലാസ്റ്റ് ഇങ്ങനെ ഒതുക്കാമെന്ന് വെച്ചു, കാരണം ഉണ്ടോളും മുടി പിടിച്ച് വലിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ഔട്ട്ലുക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി. ക്യാമറയിൽ കാണാൻ വലിയ ലുക്കൊന്നുമില്ലെങ്കിലും നേരിട്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. മണി 11:30 വരെ. അപ്പോൾ ഞാൻ പോറ്റാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.